പ്രവാസ ലോകത്തെ വാർത്തകൾ നോക്കാം. ഹോർമുസ് കടലിടുക്ക് ഉപാധികളില്ലാതെ ഉടൻ തുറക്കണമെന്ന് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ UAE ശക്തമായി ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിൽ നിയമവിരുദ്ധമായി ഇടപെടുന്ന ഇറാനെതിരെ കർശന നടപടി വേണമെന്നും UAE ആവശ്യപ്പെട്ടു. ബഹ്റിൻ അധ്യക്ഷത വഹിച്ച സമുദ്ര സുരക്ഷാ ചർച്ചയിൽ UAE വിദേശകാര്യ സഹമന്ത്രി ഷെയ്ഖ് ഖലീഫ ഷഹീൻ അൽ മറാറാണ് രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. അന്താരാഷ്ട്ര കപ്പൽ പാതകളുടെയും ആഗോള വ്യാപാരത്തിന്റെയും സുരക്ഷയ്ക്ക് ഇറാന്റെ നടപടികൾ ഗുരുതര ഭീഷണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. സമുദ്രഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഇറാന്റെ നീക്കങ്ങളെ അപലപിക്കുന്ന സുരക്ഷാ കൗൺസിൽ പ്രമേയം യോഗത്തിൽ ചൂണ്ടിക്കാട്ടപ്പെട്ടു. ഹോർമുസ് കടലിടുക്ക് രാഷ്ട്രീയ സമ്മർദ്ദത്തിനുള്ള ആയുധമാക്കുന്നത് ആഗോള വ്യാപാരത്തെയും സുസ്ഥിരതയെയും തകർക്കുമെന്ന് UAE മുന്നറിയിപ്പ് നൽകി. കപ്പലുകളിൽ അനധികൃത ഫീസ് ചുമത്തുന്നതും മൈനുകൾ വിന്യസിക്കുന്നതും അന്താരാഷ്ട്ര നിയമലംഘനമാണെന്നും UAE ആരോപിച്ചു. സമുദ്ര പരിസ്ഥിതിക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഇറാൻ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. കടലിടുക്ക് അടച്ചിടുന്നത് ഊർജ്ജ സുരക്ഷയെയും ആഗോള വിതരണ ശൃംഖലയെയും ഗുരുതരമായി ബാധിക്കുമെന്ന് UAE വ്യക്തമാക്കി. ചർച്ചയ്ക്ക് മുന്നോടിയായി നടന്ന വാർത്താസമ്മേളനത്തിൽ 90-ലധികം രാജ്യങ്ങൾ ഇറാനെതിരെ ഏകകണ്ഠമായ നിലപാട് സ്വീകരിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ഹോർമുസ് കടലിടുക്ക് തുറന്ന നിലയിൽ തുടരണമെന്നും അതിനായുള്ള എല്ലാ ആഗോള ശ്രമങ്ങൾക്കും പിന്തുണ നൽകുമെന്നും UAE വീണ്ടും ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പശ്ചിമേഷ്യയിലെ സംഘർഷവും വ്യോമപാത നിയന്ത്രണങ്ങളും മൂലം എയർ ഇന്ത്യ രാജ്യാന്തര സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നു. ഇന്ധനച്ചെലവ് കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ ജൂലൈ വരെ നിയന്ത്രണം തുടരുമെന്ന് CEO ക്യാമ്പൽ വിൽസൺ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് വ്യോമപാത നിയന്ത്രണങ്ങളും വിമാന ഇന്ധനവിലയിലെ വൻ വർധനയും മൂലം എയർ ഇന്ത്യ രാജ്യാന്തര സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നു. വരുന്ന ജൂലൈ മാസം വരെ സർവീസുകളിൽ നിയന്ത്രണമുണ്ടാകുമെന്ന് CEOയും മാനേജിംഗ് ഡയറക്ടറുമായ ക്യാമ്പൽ വിൽസൺ അറിയിച്ചു. ലാഭകരമല്ലാത്ത റൂട്ടുകളിലെ സർവീസുകളാണ് പ്രധാനമായും റദ്ദാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ മിക്ക രാജ്യാന്തര സർവീസുകളും വലിയ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ജീവനക്കാർക്ക് നൽകിയ സന്ദേശത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ യുദ്ധസമാന സാഹചര്യം കാരണം വിമാനങ്ങൾക്ക് ദീർഘദൂര പാതകൾ സ്വീകരിക്കേണ്ടി വരുന്നതാണ് പ്രധാന പ്രശ്നം. ഇത് ഇന്ധന ഉപഭോഗം വർദ്ധിപ്പിക്കുകയും പ്രവർത്തനച്ചെലവ് കുത്തനെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെ ചില സർവീസുകൾ കുറച്ചിരുന്നു. എന്നാൽ സാഹചര്യം മെച്ചപ്പെടാത്തതിനാൽ ജൂൺ ജൂലൈ മാസങ്ങളിലേക്കുള്ള ഷെഡ്യൂളുകളിലും മാറ്റം വരുത്തേണ്ടി വന്നതായി അധികൃതർ വ്യക്തമാക്കി. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ഷെഡ്യൂളുകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ ഖേദം രേഖപ്പെടുത്തിയ വിൽസൺ, ഹോർമുസ് കടലിടുക്ക് തുറക്കുകയും പശ്ചിമേഷ്യയിലെ സംഘർഷം ശമിക്കുകയും ചെയ്താൽ മാത്രമേ സർവീസുകൾ സാധാരണ നിലയിലേക്ക് മടങ്ങാനാകൂവെന്നും കൂട്ടിച്ചേർത്തു. 2026 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ എയർ ഇന്ത്യ ഗ്രൂപ്പ് ഏകദേശം 22,000 കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തിയതായാണ് കണക്കുകൾ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വ്യോമപാത തടസ്സങ്ങളും ഇന്ധനച്ചെലവുകളും കമ്പനിക്ക് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തൊഴിലനുമതി അപേക്ഷകൾ പരിശോധിക്കാൻ നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സും ഉൾപ്പെടുത്തിയ പുതിയ സംവിധാനവുമായി UAE സർക്കാർ രംഗത്ത്. നിയമന പ്രക്രിയ വേഗത്തിലാക്കാനും വിദഗ്ധരെ ആകർഷിക്കാനുമാണ് ഈ AI അധിഷ്ഠിത പദ്ധതി ലക്ഷ്യമിടുന്നത്. ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ടൽ സെക്യൂരിറ്റി, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിറേസേഷനും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. മെയ് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ സംവിധാനം നിയമന പ്രക്രിയ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും നടത്താൻ സഹായിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അപേക്ഷകരുടെ കഴിവ്, വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം, അറിവ് എന്നിവ വിലയിരുത്താൻ സ്മാർട്ട് അൽഗോരിതങ്ങൾ ഉപയോഗിക്കും. തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ പ്രതിഭകളെ കണ്ടെത്താനും നിഷ്പക്ഷ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനും ഇത് സഹായിക്കുമെന്ന് വിലയിരുത്തുന്നു. രാജ്യത്തെ സർക്കാർ സേവനങ്ങളിൽ നിർമ്മിത ബുദ്ധി വ്യാപകമായി ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് പദ്ധതി. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ച ഏജന്റിക് നിർമ്മിത ബുദ്ധി ചട്ടക്കൂട് പ്രകാരം അടുത്ത 2 വർഷത്തിനുള്ളിൽ ഫെഡറൽ സേവനങ്ങളുടെ 50% AI അടിസ്ഥാനത്തിലാക്കാനാണ് ലക്ഷ്യം. പദ്ധതി നടപ്പാക്കാൻ പ്രത്യേക ദൗത്യസേനയും രൂപീകരിച്ചു. UAE ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ മേൽനോട്ടം വഹിക്കുന്ന സംഘത്തിന് ക്യാബിനറ്റ് മന്ത്രി മുഹമ്മദ് അബ്ദുൾ അൽ ഗാർവി നേതൃത്വം നൽകുന്നു. ഉയർന്ന നിലവാരമുള്ള തൊഴിൽശേഷി ആകർഷിക്കുകയും കൂടുതൽ ഉൽപാദനക്ഷമമായ തൊഴിൽ വിപണി സൃഷ്ടിക്കുകയും ചെയ്യാൻ ഈ പദ്ധതി സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.